അത്ഭുതങ്ങളുടെ നാടാണ് വാരാണസി എന്നതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ ഒന്നും വേണ്ട ഈ നഗരത്തെ ഓർമ്മിച്ചെടുക്കാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യയിലെ 7 പുണ്യപുരാണ നഗരങ്ങളിലൊന്നായി ഇവിടം എണ്ണിയാൽ തീരാത്തത്ര ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. ഉത്തർപ്രദേശിന്റെ സമാധാന കേന്ദ്രമായി അറിയപ്പെടുന്ന വാരാണസിയുടെ ചരിത്രത്തിന് യുഗങ്ങളുടെ പഴക്കമുണ്ട് എന്നത് കൂടാതെ ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്ന വാരാണസി സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ കരയിലാണ്. എന്നാൽ ഇതിൽ കൂടുതൽ അത്ഭുതങ്ങൾ ഈ നാടിന് പറയാനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലൊന്നാണ് ഇവിടുത്തെ രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ കഥ. ഇറ്റലിയിലെ ചരിഞ്ഞ പിസ ഗോപുരത്തേക്കാൾ ചരിവുള്ള രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. വാരാണസിയുടെ അത്ഭുതങ്ങളിലൊന്നായാണ് രത്നേശ്വർ മഹാദേവ ക്ഷേത്രത്തിനെ കരുതിപ്പോരുന്നത്. ഇറ്റലിയിലെ പിസ ഗോപുരത്തേക്കാൾ ചരിവുള്ള ക്ഷേത്രമാണിതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പിസ ഗോപുരം 4 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുമ്പോൾ രത്നേശ്വർ മഹാദേവ ക്ഷേത്രം ഏകദേശം 9 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമായ മണികർണിക ഘട്ടിന് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ വാരാണസിയിൽ ഏറ്റവും കൂടുതൽ തവണ ഫോട്ടോയിൽ പതിഞ്ഞ ഇടമെന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിനുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ഐതിഹാസിക ക്ഷേത്രം ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. മാട്രിൽ മഹാദേവ് എന്നും ഈ ക്ഷേത്രം പരക്കെ അറിയപ്പെടുന്നുവെങ്കിലും കാശി കർവാദ് എന്നും ഇതിന് പേരുണ്ട്. മണികർണിക ഘട്ടിനും സിന്ധ്യ ഘട്ടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന രത്നേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ഫാംസാന മണ്ഡപവും നാഗരശൈലിയിലുള്ള ഒരു ശിഖരവുമുണ്ട്. ഈ പുരാതന ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം അല്ലെങ്കിൽ സന്നിധാനം വർഷത്തിൽ ഭൂരിഭാഗവും ഗംഗയിൽ മുങ്ങിക്കിടക്കുന്നു. വേനൽ കനത്തു നിൽക്കുന്ന കുറച്ചു മാസങ്ങളിൽ മാത്രമേ ക്ഷേത്രത്തിന്റെ മുഴുവൻ രൂപവും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ജലനിരപ്പ് ക്ഷേത്രത്തിന്റെ ഗോപുരം വരെ എത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഗംഗയുടെ തീരത്തുള്ള വാരാണസിയിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ താഴ്ന്ന നിലയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജലം വളരെ വേഗത്തിൽ ക്ഷേത്രത്തിന്റെ ശിഖരഭാഗത്തേക്ക് എത്തുന്നു. വർഷത്തിൽ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലായിരുന്നിട്ടും വളരെ നല്ല രീതിയിലാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ക്ഷേത്ര നിർമ്മാണത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇന്നും അജ്ഞാതമാണെങ്കിൽ കൂടിയും പല കഥകളും വിശ്വാസങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് രാജ മാൻസിംഗിന്റെ അജ്ഞാതനായ ഒരു സേവകൻ അദ്ദേഹത്തിന്റെ അമ്മ രത്നബായിക്ക് വേണ്ടി ഇത് നിർമ്മിച്ചതാണെന്ന് അതിലൊരു കഥ സൂചിപ്പിക്കുന്നു. ക്ഷേത്രം പണിതതിനു ശേഷം തന്റെ അമ്മയോട് ക്ഷേത്രത്തിന്റെ കടം വീട്ടിയതായി അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞുവെങ്കിലും അമ്മയോടുള്ള കടം ഒരിക്കലും വീട്ടാൻ കഴിയാത്തതിനാൽ അമ്മയുടെ ശാപത്താൽ ഈ ക്ഷേത്രം ചാഞ്ഞു തുടങ്ങിയെന്നുമാണ് ഈ കഥ. മറ്റൊരു കഥയനുസരിച്ച് ഇൻഡോറിലെ അഹല്യാബായിയുടെ രത്നാബായി എന്ന സ്ത്രീ സേവകയാണ് ഇത് നിർമ്മിച്ചത് എന്നും അഹല്യാബായിയുടെ ശാപം മൂലമാണ് ക്ഷേത്രം ചായുന്നത് എന്നും പറയപ്പെടുന്നു. റവന്യൂ രേഖകൾ പ്രകാരം ഇത് 1825 മുതൽ 1830 വരെയുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നും 19ാം നൂറ്റാണ്ടിൽ ഗ്വാളിയോറിലെ രാജ്ഞി ബൈജാബായി നിർമ്മിച്ചതാണെന്നും ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നു. 1860കളിലെ ഫോട്ടോഗ്രാഫുകൾ കെട്ടിടം ചരിഞ്ഞതായി കാണിക്കുന്നില്ല എങ്കിലും ആധുനിക ഫോട്ടോഗ്രാഫുകളിൽ ക്ഷേത്രം ഏകദേശം 9 ഡിഗ്രി ചരിഞ്ഞതായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1795 അഹല്യാബായി ഹോൾക്കർ നിർമ്മിച്ച താരകേശ്വർ മഹാദേവ് മന്ദിറിന് മുന്നിലായാണ് മണികർണിക ഘട്ടിലെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവിടെ വെച്ച് ശിവൻ താരകമന്ത്രം ചൊല്ലിയതായി വിശ്വസിക്കപ്പെട്ടു പോരുന്നു.